ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നമ്മളെ എംപുരാൻ്റെ ഒരു അപ്ഡേറ്റ് വന്നാണ്. ഞാൻ ക്യാരക്ടർ റിവീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഒരുപാട് ക്യാരക്ടേഴ്സിനെ ചെയ്യണം എന്നൊക്കെ വെച്ച്, പക്ഷെ ടൈം കിട്ടിയില്ല. അപ്പം പെട്ടെന്ന് 13ാമത്തെ ക്യാരക്ടറായിട്ട് നമ്മളെ കബൂഗ ചെയ്യാൻ പോകുന്ന എറിക് എബോണിയനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു 10ന്റെ ഉള്ളിലേക്കായിരിക്കും നമ്മൾ സർപ്രൈസിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവാന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനത്തേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിനെ പെട്ടെന്ന് ഇന്ന് റിവീൽ ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം കബൂഗയായിട്ട്, കാരണം ആ ടീസറിൽ പോലും നമ്മൾ കേട്ട 2 പേരുകളിൽ ഓഫ്കോഴ്സ് എബ്രാം ഖുറേഷി പിന്നെ കബൂക്ക ഗ്യാങ് ആണ്. അതായത് ഈ സിനിമയിലേക്ക് മെയിൻ വില്ലനായിട്ട് വരുന്ന ഒരാൾ കബൂക്ക ഗ്യാങ് തന്നെയാണ്. സോ കബൂക്കയായിട്ട് അഭിനയിക്കാൻ പോകുന്നത് ഒരു ഇന്റർനാഷണൽ ആക്ടറായ എറിക് എബോണിയാണ്. നമ്മൾ ആ ഒരു ഡ്രാഗന്റെ ഇത് വെച്ചിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആളെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അന്ന് മുതൽ കുറെ ഡിസ്കഷൻ നടന്നു. അതിൽ ഒരുപാട് പേര് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ എല്ലാവരും പറഞ്ഞ ഒരു പേരാണ് എറിക് എബോണി എന്ന് പറഞ്ഞ ഈ ആക്ടർ പേര്. ഓക്കെ, അപ്പൊ ഇപ്പൊ എനിക്കുള്ള സംശയം എന്താ വെച്ചാൽ കബൂക്ക എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ ഉറപ്പായി. സോ നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. Hello, I'm Eric Ibwane. I'm playing Kabuga in Rampuran, Elsu, directed by Raj Sukumaran with Mohanlal. Coming soon, I'm telling you, is one of the greatest Malayan film that you will see. You're gonna be speechless. It's a top-notch movie, top-notch production with Anthony, and for me it was an amazing experience because to be part of this crew on those beautiful locations all over the world is an international film, an international production, and I work in all over the world, in overseas, in the States, in Africa, in Europe. But this one was so mind-blowing. I was speechless. The set was amazing, huge. And I'm playing Kabuga, but I'm a bad guy. So stay tuned. I'm Puran L2. The sequel coming soon on March. അപ്പോൾ ആദ്യം വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരുപാട് ഇംഗ്ലീഷ്, ഇന്റർനാഷണൽ, യൂറോപ്യൻ പല ലാംഗ്വേജിലുള്ള മൂവീസിൽ അഭിനയിച്ച ആളാണ്. ആഫ്രിക്കൻ മൂവീസിൽ അങ്ങനെ ഒരുപാട് മൂവിയിൽ അഭിനയിച്ച് അത്യാവശ്യം നല്ല ഒരു ആക്ടറാണ്. അത്യാവശ്യം ഫേമസ് ആയ ഒരു ആക്ടറാണ് എറിക് എബോണി പറഞ്ഞിട്ടുള്ള ആള്. അദ്ദേഹം പോലും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് നമ്മുടെ പൃഥ്വിരാജ് കുമാറിനെ പറ്റിയിട്ടും ആ പ്രൊഡക്ഷനെ പറ്റിയിട്ടൊക്കെ പറയണത്. കാരണം അദ്ദേഹം ഇങ്ങനത്തെ ഒരു ആക്ടർ വന്നിട്ട് ഇന്റർനാഷണൽ ഫിലിംസിലൊക്കെ അഭിനയിച്ച ഒരു ആക്ടർ വന്നിട്ട് വെരി ഹ്യൂജ് ആണ്, വൻ ഗംഭീര സെറ്റാണ്, ഗംഭീര സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പം കാത്തു നിൽക്കുന്നതിനെക്കാട്ടിയും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും അപ്പുറമാവാൻ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ. കാരണം ഇങ്ങനെ സംസാരത്തിന് എനിക്ക് അങ്ങനെയാണ് അപ്പം തോന്നുന്നത്. അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള പല ലാംഗ്വേജിലും അഭിനയിച്ച ഇന്റർനാഷണൽ സിനിമയിലൊക്കെ ഒരുപാട് അഭിനയിച്ച ഒരാൾ വന്നിട്ട് നമ്മുടെ മലയാളത്തിലെ ഒരു മൂവീനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറമാവാൻ ചാൻസ് ഉണ്ട്. ഈ സിനിമ ഒരു ഇന്റർനാഷണൽ ലെവൽ സിനിമ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് ഇങ്ങനെ സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി ഇപ്പൊ കബൂക്ക എന്ന് പറഞ്ഞ ക്യാരക്ടർ റിവീൽഡായി, നമുക്ക് മനസ്സിലായി കബൂക്ക ആയിട്ട് ഇങ്ങനെയാണ് അഭിനയിക്കാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾ കബൂക്ക എന്ന് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താലും നമുക്ക് ഒരു ആഫ്രിക്കൻ ഒരാളെ കാണാം. സോ പക്ക പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. നിങ്ങൾ കബൂക്ക എന്ന് പറഞ്ഞ ആളെ ഫോട്ടോ ഒക്കെ ഗൂഗിളിലുണ്ട്, നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് ഇപ്പോഴും സംശയമുള്ള കാര്യം അതല്ല. നമുക്ക് മുമ്പിൽ വന്ന ആ ഒരു പോസ്റ്റർ, ഒരാൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഡ്രാഗന്റെ അത് വെച്ച് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്റർ, അത് കബൂക്കയാണെന്നും അത് ഇങ്ങനെയാണെന്നുള്ളതിൽ എന്ത് ഉറപ്പുള്ളത്? അത് മാത്രം എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അതെനിക്ക് ഇപ്പോഴും ഇദ്ദേഹമായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല കബൂക്കാന്റെ എനിക്ക് ഒരു ബേസ്ഡ് നോട്ട് ഇൻ കൊറിയ ആണ്, അത് ആഫ്രിക്ക അങ്ങനത്തെ ബേസ്ഡ് ആണ്, ഫ്രഞ്ച് ബേസ്ഡ് ഒക്കെയാണ് കബൂക്ക എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കുള്ളത്. അപ്പം നമ്മൾ കണ്ട ആൾ എന്തായാലും ഒരു കൊറിയൻ, ആ ഡ്രാഗനെ കാണുമ്പോൾ ഒരു ചൈനീസ് കൊറിയൻ ബേസ്ഡുള്ള ആളാണ്. അപ്പോൾ സോ നമ്മൾ അവരോട് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ഇനി ഒരു കൊറിയൻ ആക്ടർ റിവീൽ ആവാണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇനിയും ഇന്റർനാഷണൽ ആക്ടേഴ്സ് ഇതിൽ റിവീൽ ആവാനുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ പോസ്റ്ററിലുള്ളത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ പോസ്റ്ററിലുള്ളത് ക്യാരക്ടർ കബൂക്കയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കബൂക്ക എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ വരുന്ന ആളെ അല്ല, ഒരു കൊറിയൻ ചൈനീസ് ബന്ധമുള്ള ഒരാളല്ല ആക്ച്വലി. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഫ്രിക്ക, ഒരു ഫ്രഞ്ച് ആ ഒരു ഇതിലേക്ക് വരുന്ന ഒരാളാണ്. സോ നമുക്കറിയാം ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു മൂവി ആയതുകൊണ്ട് തന്നെ ഇതിലെ സബ്ജക്റ്റിൽ വെറും കബൂക്ക, എബ്രാം ഖുറേഷി മാത്രമായിരിക്കുന്നില്ല. ഈ തിരിഞ്ഞു നിൽക്കുന്ന ആളെ ഫോട്ടോ ഉള്ളത് ചിലപ്പം വേറെ ഒരു വില്ലനായിരിക്കാം. അതായിരിക്കും നമ്മൾ കൊറിയൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടർ. അങ്ങനെയാണ് എനിക്ക് തോന്നി കേട്ടോ. കാരണം ആ പോസ്റ്ററിലുള്ള ആൾ കബൂക്കയാണെന്ന് എവിടെയും പറഞ്ഞില്ല, ആ പോസ്റ്ററിലുള്ള ആൾ ഇദ്ദേഹമാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. സോ അപ്പം ഇനിയിപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം 13ാമത്തെ ഇദ്ദേഹമാണ്. ഇനിയിപ്പം നമ്മൾ സർപ്രൈസ് ആയിട്ട് വെയിറ്റ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ റിവീൽ ചെയ്യാൻ പോകണം ഓരോന്നോരോന്നായിട്ട്. കാരണം ഇനി 12 പേരെ ബാക്കിയുള്ളൂ. ഇനി അതിൽ കൂടുതൽ ഇനി ഇത് റിവീൽ ചെയ്യാത്ത ആളുകൾ പോലും സിനിമയിലുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത്
ഈ ക്യാരക്ടർ പോസ്റ്റിൽ പോലും റിവീൽ ചെയ്യാത്ത ആൾക്കാർ മേ ബി സിനിമയിൽ ഉണ്ടാവാമെന്നും പറയുന്നു. അതായത് ആ ഒരു വലിയൊരു സർപ്രൈസ് ആയിട്ട് നമുക്കറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നമ്മൾ ഏകദേശം കൺഫേം ആക്കിയ കാര്യം ഡോൺലി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഞാൻ ഒന്നുകൂടി പറയണം, കാരണം അത് പൃഥ്വിരാജിന്റെ ഒരു വാക്ക്, പൃഥ്വിരാജിന്റെ ഒരു വേർഡ് എന്ന് എനിക്ക് തോന്നിയതാണ്. എർത്ത് ഷാറ്ററിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം നമ്മുടെ ഡോൺലി ഇല്ല എന്ന് തോന്നുന്നു. വേറൊരു കൊറിയൻ ആക്ടർ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം മേ ബി അദ്ദേഹം ആയിരിക്കാം ആ തിരിഞ്ഞ് നിൽക്കുന്ന ആള്. ഇനി നമ്മൾ മേ ബി നെക്സ്റ്റ് റിവീൽ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിനായിരിക്കാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ആ 12 പേരിലും ഒരാളില്ലേ, ഇബ്രാഹിം ഖുറേഷിനൊക്കെ എന്തായാലും എനിക്ക് ലാസ്റ്റ് ഒന്നാമതായിട്ട് ലാലേട്ടനെ റിവീൽ ചെയ്യുക. അതിന് മുമ്പ് സയ്യിദ് മസൂദിനായിരിക്കും. അങ്ങനെ ആണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ വേറൊരാൾ ഇതിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബോബിനെ ഞാൻ ഇതിൽ എക്സ്പെക്ട് ചെയ്തത് സത്യം പറഞ്ഞാല്. കാരണം ബോബി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് ആ സിനിമയിൽ. ഞാൻ അദ്ദേഹത്തിന്റെ ലൈറ്ററിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തില്ല. ആ ലൈറ്ററിൽ പിടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് വേറെ ഏതോ ഒരു ഗ്യാങ് ആയിട്ട് ആ നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന ആളെ പോസ്റ്ററിൽ കണ്ട ആ ഗ്യാങ് ആയിട്ട് അദ്ദേഹത്തിന് ബന്ധമുള്ള ഒരാളായിട്ടാണ് ബോബി എന്ന് പറഞ്ഞ ക്യാരക്ടർ. മാത്രമല്ല ഒരു ബാക്ക് സ്റ്റോറി ചെറുങ്ങനെ പറഞ്ഞു പോയത് ഈ നമ്മുടെ മഞ്ജു വാര്യർ ചെയ്ത ക്യാരക്ടറിന്റെ ഹസ്ബൻഡിനെ കൊന്നതും ജയദേവ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഓർമ്മയില്ലേ, അദ്ദേഹത്തിനെ കൊന്നതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കാൻ വേണ്ടി എമ്പുരാനിൽ ബോബി ഉണ്ടാവും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എനിക്ക് ഉറപ്പില്ല. അവരെ വിവേക് ഒബ്രോയിന്റെ ഒരു റിവീലിംഗ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ മേ ബി ഇനി നെക്സ്റ്റ് ഒക്കെ ആയിട്ട് അദ്ദേഹം വരുമായിരിക്കും. കാരണം ഒരു പോസിബിലിറ്റി ഉണ്ട് ആ വിവേക് ഒബ്രോയ് ചെയ്ത ക്യാരക്ടറിന് എമ്പുരാനിലും ഒരു സ്ക്രീൻ പേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായതുകൊണ്ട് തന്നെ. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി ഓരോ ക്യാരക്ടറിനും ഓരോ വീഡിയോ ചെയ്യേണ്ടി വരും തോന്നുന്നു. അടുത്ത വീണ്ടും കാണാം. ബൈ.